ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിനീഷ് ജോൺ ഹെയ്ഡൻസ് മാജിക് മ്യൂൺ റെസൻസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കേൾക്കാതെ ആരും സ്കിപ്പ് ചെയ്തു പോകരുത്. കാരണം ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി കൃത്യമായി ഓർഡറിൽ തയ്യാറാക്കിയ വീഡിയോകളാണ് ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. വളരെ നല്ല ലക്ഷ്യത്തോടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പാഠങ്ങൾ തയ്യാറാക്കി ചിട്ടയായി പരിശീലിപ്പിച്ചു വരുന്നത്. 15 മിനിറ്റിന് താഴെ ദൈർഘ്യമുള്ള 12 എപ്പിസോഡുകളാണ് ഇതുവരെ ചാനലിൽ വന്നിട്ടുള്ളത്. കൂടാതെ സംഗീതത്തെ സംബന്ധിച്ച ഒഴിച്ചുകൂടാനാവാത്ത ചില അറിവുകളും വീഡിയോകളിലൂടെ പങ്കുവച്ചിരിക്കുന്നു. കേവലം 3 മണിക്കൂറുകൾ കൊണ്ട് ഒരു സംഗീതോപകരണവും ആർക്കും പഠിക്കാനാവില്ല. എന്നാൽ ഈ അറിവുകൾ വെച്ച് കൃത്യമായി പരിശീലിക്കുന്ന ഏതൊരാൾക്കും പൂർണ്ണതയോടെ ഒരു സംഗീതോപകരണം വായിക്കാനാകുമെന്നതിൽ സംശയം വേണ്ട. നമ്മളിവിടെ കീബോർഡിലാണ് പഠിച്ചു തുടങ്ങുന്നത്. തുടർന്ന് മറ്റ് സംഗീതോപകരണങ്ങളും ഈ ചാനലിലൂടെ അനായാസം പഠിക്കാനാവും. എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നൊട്ടേഷൻ തന്നെയാണ്. ഒരിക്കൽ സംഗീത സ്വരങ്ങൾ ഹൃദിസ്ഥമാക്കിയ ഒരാൾക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റും വളരെ വേഗം വായിക്കാനും കഴിയും. കാരണം മറ്റൊന്നുമല്ല, എല്ലാ ഉപകരണങ്ങളിലും നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്നത് സംഗീതമാണ്. അത് നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. വായുകൊണ്ട് നമ്മൾ പാടിയ പാട്ടുകൾ ഇനി വിരലുകൾ കൊണ്ട് മീട്ടുകയാണ്. വിരലുകൾ കൊണ്ട് മീട്ടുന്നത് കൊണ്ട് തന്നെ ഒരേ സമയം നമുക്ക് ഒന്നിലധികം സ്വരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് വിരലുകളുടെ അഭ്യാസനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു. എഴുതിയും വായിച്ചും മനസ്സിൽ ഉറപ്പിച്ച സംഗീതം നാം വിരലിലൂടെ പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഓക്കെ, ഒടുവിൽ നമ്മൾ പഠിച്ചു നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാം. 7 സ്വരങ്ങൾക്കും ചേരുന്ന കോഡുകൾ സി മേജർ സ്കെയിലിൽ മാത്രമാണ് നാം ഇതുവരെ വായിച്ചിട്ടുള്ളത്. അതും വൈറ്റ് കീസ് മാത്രം ഉപയോഗിച്ച്. തുടർന്ന് മറ്റ് സ്കെയിലുകളും പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റ് സ്കെയിലുകളിൽ ഇതേ പ്രോസസ്സ് തുടരുക മാത്രം ചെയ്താൽ മതി എന്നതാണ്. പുതിയ സ്കെയിലുകളിലേക്ക് കടക്കുമ്പോൾ ചില കറുത്ത കീകൾ കൂടി സ്കെയിൽ റൂട്ടിൻ്റെ ഭാഗമാവുകയും അവയെ കൂടി ഉൾപ്പെടുത്തി ലീഡും കോഡും വായിക്കാൻ പഠിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇനിയുള്ളത്. പുതിയ സ്കെയിലുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സി സ്കെയിലിലെ 10 ലെസണുകൾക്കൊപ്പം കോഡുകൾ വായിച്ച് പരിശീലിക്കുകയാണ് വേണ്ടത്. കാരണം വരുന്ന ലെസണുകളിലേക്കുള്ള ചവിട്ടുപടിയാണ് സി സ്കെയിലിലെ പ്രാക്ടീസുകൾക്കുള്ള നോട്ട്സുകൾ ഇനിയും വാങ്ങാത്തവർ 9847 33 95 57 വാട്സാപ്പ് ചെയ്യുക. PDF വാങ്ങും. സൗജന്യമായി അത് നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോയുടെ ഒടുവിൽ 1 മുതൽ 10 വരെയുള്ള ലെസണുകളിൽ ചിലത് കോഡ് ചേർത്ത് വായിച്ചിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തികച്ചും സൗജന്യമായി നോട്ടുകളും നിർദ്ദേശങ്ങളും നൽകുന്ന നമ്മുടെ ചാനൽ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ക്രമമായി പഠിക്കുക എന്നതാണ്. അതുകൊണ്ട് 1 മുതലുള്ള നോട്ടുകൾ വാങ്ങി പഠിച്ചു തുടങ്ങുക. തുടക്കം മുതൽ ശ്രദ്ധാപൂർവം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും ചാനലിലൂടെ പഠനം പൂർത്തിയാക്കാൻ കഴിയും. പ്രാക്ടീസ് തുടരുക. പുതിയൊരു എപ്പിസോഡിൽ മറ്റ് മൈനർ മേജർ സ്കെയിലുകളുടെ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു.